നമസ്കാരം. എഴുത്തുകാരനും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുമായ NS മാധവനല്ല കേരളത്തിലെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത് ഇതിനു മുൻപ് രാഷ്ട്രീയമായി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവചനത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്നാണ് മാധ്യമങ്ങളും ഒക്കെ തന്നെ പറയുന്നത്. 75 സീറ്റ് നേടി LDF വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. 65 സീറ്റുകൾ UDF നേടും. അതുപോലെ BJP ഒരു സീറ്റ് പോലും നേടില്ല. എന്നാൽ 3 മണ്ഡലങ്ങളിൽ അവർക്ക് മേൽക്കൈയുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് മുൻപത്തേക്കാൾ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന നിലയിലുള്ള ഒരു പ്രതികരണമാണ് NS മാധവൻ നടത്തിയത്. മാത്രമല്ല, മൂന്നാം സർക്കാർ, പിണറായി സർക്കാർ തന്നെ, ഇടതുപക്ഷ സർക്കാർ തന്നെ വരും എന്ന തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് പുറത്തു വന്നു. കഷ്ടിച്ച് 1 മാസം മുമ്പ് പുറത്തു വരികയും ചെയ്തു. എന്തൊക്കെയായാലും ഇതറിഞ്ഞതിൽ പിന്നെ സഖാക്കളാരും നിലത്തല്ല നിൽക്കുന്നത്. മാത്രമല്ല, അഹങ്കാരം കൊണ്ട് എന്തു വേണം എന്ന് അവർക്ക് തന്നെ അറിയില്ല. കൊല്ലം ജില്ലയിലെ വിവിധയിടങ്ങളിൽ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ലോക്കൽ നേതാക്കളും അല്ലാത്ത നേതാക്കളുമൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. മാത്രമല്ല, അഴിഞ്ഞാടുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. അതായത്, വീണ്ടും അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന മറ്റ് പാർട്ടിക്കാരായ ആളുകളെ, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാത്തവരെ, മറ്റ് പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കും തുടങ്ങിയ ഭീഷണി പ്രസംഗങ്ങളാണ് കൊല്ലം ജില്ലയിലും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ് ചില പ്രദേശവാസികൾ, അവിടുത്തെ ആളുകൾ തന്നെ നമ്മളെ വിളിച്ചു പറഞ്ഞത്, നേരിട്ട് വിളിച്ചു പറഞ്ഞതാണ്. അതായത്, CPM അഹങ്കാരം തുടങ്ങിക്കഴിഞ്ഞു. ജയിക്കും എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഉണ്ട്. NS മാധവൻ പറഞ്ഞു. ഈ പറഞ്ഞവനൊന്നും NS മാധവൻ ആരാണെന്ന് പോലും അറിയില്ല. ഞങ്ങളുടെ മാധവൻ സാറ് പറഞ്ഞത് കേട്ടില്ലേടാ, ഞങ്ങൾ ഇനിയും ജയിക്കും, ഞങ്ങൾ ജയിച്ചാൽ നിൻ്റെയൊക്കെ കട്ടപ്പുകയാണ് എന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ്, കവര പ്രസംഗങ്ങളും വീട് വീടാന്തരം കയറിയുള്ള പ്രസംഗങ്ങളുമാണ് CPM നേതാക്കൾ നടത്തുന്നത്. ഇതിൽ പ്രായമായ ആളുകൾ, ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഈ ഒരു ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുന്നത്. യുവാക്കളാരുമില്ല, DYFIക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല. അതായത്, പല മേഖലകളിലും CPMന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് നേരത്തെ പ്രവചനങ്ങളും അതുപോലെ തന്നെ വിലയിരുത്തലുകളും ഉണ്ടായ സ്ഥലത്തൊക്കെ CPM ജയിക്കും എന്ന ധാരണയിൽ, CPM തന്നെ വീണ്ടും അധികാരത്തിൽ വരും, ഭരണം തുടരും എന്നുള്ള ധാരണയിലാണ് ഈ ഇറങ്ങിക്കളിക്കുന്നത്. അപ്പോൾ ഇവരെങ്ങാനും ജയിച്ചാലോ? CPM എങ്ങാനും അല്ലെങ്കിൽ ഇടതുപക്ഷമെങ്ങാനും വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇവർ കേരളത്തിലെ ജനങ്ങളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുമോ? അല്ലെങ്കിൽ തന്നെ ഈ 10 കൊല്ലം കൊണ്ട് പൂർത്തിമുട്ടിയിരിക്കുകയാണ്. സകല കാര്യങ്ങളിലും ജനവിരുദ്ധ നയങ്ങളുമായി ജനങ്ങളെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇപ്പം കറണ്ടില്ല, അല്ലെങ്കിൽ കറണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ആൾക്കാർ വെന്തുരുകുകയാണ്. പവർ കട്ട് പകലും രാത്രിയെന്നില്ല, എല്ലാം അപ്രഖ്യാപിത പവർ കട്ടുകൾ. അതുപോലെ എല്ലാ തരത്തിലും ഇതുവരെയും ദ്രോഹിച്ചു, ഇനിയും ദ്രോഹിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് CPM പ്രവർത്തകർ. ഇത് ജില്ലാ നേതൃത്വങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളോ അറിഞ്ഞുകൊണ്ടാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇത് പ്രാദേശികമായ വിഷയമാണ്. എന്നാൽ പോലും ജനങ്ങളുടെ മനസ്സിൽ ഇവരുടെയൊക്കെ സ്ഥാനം എന്തായിരിക്കും? അതുകൂടി ചിന്തിക്കണം. ജയിക്കുമെന്ന് എവിടെയോ ഒരു ശ്രുതി കേട്ടപ്പോൾ ഇത്തരത്തിൽ ഭീഷണിയും അട്ടഹാസവും മുഴക്കിക്കൊണ്ട് നടക്കുകയാണ് CPM സഖാക്കൾ. അത് പലയിടങ്ങളിലും തുടരുകയാണ്. ഇനിയും അതൊക്കെ തന്നെ ഉണ്ടാകും. ഭരണമെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം തീരുമാനമായി, അല്ലെങ്കിൽ തന്നെ തീരുമാനമായി നിൽക്കുകയാണ്. ബാക്കി ഭീഷണികളും മറ്റ് പരിപാടികളുമായിട്ട് വീണ്ടും ഭരണ സംവിധാനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പല പരിപാടികളും ഇവർ നടത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ട്രയലായിട്ട്, അല്ലെങ്കിൽ ഒരു ട്രെയിലറായിട്ട് ഈ സംഭവങ്ങളെ, ഇടുക്കി ജില്ലയിലും കൊല്ലം ജില്ലയിലും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായ സംഭവങ്ങളെ നമ്മൾ കണ്ടാൽ മതി. അവിടുത്തെ ചില സഖാക്കളടക്കമാണ് വിളിച്ച് പറഞ്ഞത് കേട്ടോ, ഇത്തരത്തിൽ ഉള്ള ചില പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് എന്നെ നേരിട്ട് വിളിച്ച് പറയുകയായിരുന്നു. എനിക്ക് പരിചയമുള്ളവരാണ്. കൊള്ളാം, നടക്കട്ടെ കാര്യങ്ങൾ. CPM തന്നെ വീണ്ടും അധികാരത്തിൽ വരട്ടെ, ഇവരുടെ ഈ തോന്നിയാസങ്ങൾ തുടരട്ടെ.